ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡിനെതിരെ കേസിൽ അറസ്റ്റിലായ കർണാടകയിലെ റോഥം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ക്രമക്കേട് നടത്തിയത് ദേവസ്വം ബോർഡാണ്, തനിക്കതിൽ പങ്കില്ല, ഭീഷണിപ്പെടുത്തിയാണ് SIT സ്വർണം പിടിച്ചെടുത്തതെന്നും കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറയുന്നു. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്, അവർക്കെതിരെ കടുത്ത മൊഴിയുണ്ട്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അവരുടെ പങ്കോടുകൂടിയാണ്, വിജയകുമാറിൻ്റെയൊക്കെ പങ്കോടുകൂടിയാണ്, അവരെ അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഉള്ള പരാമർശം ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടേതുണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ, ദേവസ്വം ബോർഡിനെതിരെ കുരുക്ക് മുറുക്കിയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഗോവർദ്ധന്റെ മൊഴിയും കൂടി വരുമ്പോൾ ഈ ഒരു കുരുക്ക് കൂടുതൽ മുറുകുകയാണോ? ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടാണോ ആ ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ? തീർച്ചയായിട്ടും ഈ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൽ 2019-ലും 2025-ലുമൊക്കെ അധികാരികളായിരുന്നവർക്കെതിരെ കൃത്യമായ തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴികളും ഒപ്പം തന്നെ ജാമ്യാപേക്ഷയിലെ പരാതികളുമൊക്കെ അങ്ങനെ ഉൾപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസമാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതിൽ അതിൽ പ്രധാനമായി പറയുന്നത് 474 ഗ്രാം സ്വർണം നിർബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം തൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തതാണ്. ഇതിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല, തൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വർണം എന്നാണ് ഗോവർദ്ധൻ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, നിർബന്ധിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഗോവർദ്ധനെ കൊണ്ട് ശബരിമലയിൽ നിന്നും 474 ഗ്രാം സ്വർണം വാങ്ങിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനായി 9 ലക്ഷത്തിലധികം രൂപ നൽകിയെന്നും ഗോവർദ്ധൻ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതിൽ വ്യക്തമായി പറയുന്ന അനുസരിച്ച് ഈ കൃത്യമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലെ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ക്രമക്കേടുകൾക്ക് പൂർണ്ണ ഉത്തരവാദി ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞതും നിർബന്ധിച്ചതും അനുസരിച്ചാണ് താൻ സ്വർണം വാങ്ങിയതെന്നും ഗോവർദ്ധൻ പറയുന്നുണ്ട്. അല്ലാതെ താൻ മറ്റൊരു തരത്തിൽ സ്വർണം തട്ടിയെടുക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പത്മകുമാറിനോടൊപ്പം ഭരണസമിതിയിലുണ്ടായിരുന്ന ശങ്കരദാസ് അതുപോലെ തന്നെ വിജയകുമാർ, ഇവർ രണ്ടുപേരും മെമ്പർമാരാണ്. ഇവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് അന്ന് തയ്യാറാക്കിയ അജണ്ട നോട്ടീസിൽ പത്മകുമാറാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് പച്ച മഷി വെച്ച് രേഖപ്പെടുത്തിയിരുന്നത്. ആ രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നോ അല്ലെങ്കിൽ താങ്കൾക്ക് അറിവില്ലാതെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുറ്റത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടും KP ശങ്കരദാസിനെയും ഒപ്പം വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇരുവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്തതിന് ശേഷം ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കോടതി നിർദ്ദേശിച്ചതനുസരിച്ച്, അതായത് കഴിഞ്ഞ ദിവസം N വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ജഡ്ജി ബദറുദ്ദീനാണ് എന്തുകൊണ്ട് വൻതോക്കുകളെ പിടിക്കുന്നില്ല എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചത്. മാത്രവുമല്ല, പത്മകുമാറിനെ പോലെ തന്നെ സമാനമായ തെറ്റ് ചെയ്തവർ അവിടെ ആ ബോർഡിലുണ്ടല്ലോ എന്ന തരത്തിലേക്ക് ചില പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ KP ശങ്കരദാസിലേക്കും ഒപ്പം മറ്റ് ഒരു മെമ്പറായിരുന്ന വിജയകുമാറിലേക്കും നീങ്ങുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഓരോ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ വളരെ വ്യത്യസ്തവും പല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും കുരുക്കായി മാറുന്ന തരത്തിലുമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയാണ് ഗോവർദ്ധൻ ഹൈക്കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചാണ് ഈ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വാങ്ങിച്ചത്. ഒപ്പം SIT കണ്ടെടുത്തിരിക്കുന്ന സ്വർണം ശബരിമലയുമായി ബന്ധപ്പെട്ടതല്ല, മനഃപൂർവ്വം തന്നെ കൊണ്ട് മൊഴി നൽകുന്നതിന് വേണ്ടി SIT നിർബന്ധിപ്പിച്ചു എന്ന തരത്തിലും ആ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള വാദഗതികൾ കക്ഷികൾ ഉന്നയിക്കുന്നത് പതിവാണ്. അത്തരത്തിലൊരു കാര്യമായിട്ട് മാത്രമേ SIT ഇതിനെ കാണുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഇതുമായി ഒരു നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ആരോപണം മറ്റു ദേവസ്വം ബോർഡ് മെമ്പർമാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി
പ്രത്യേക അന്വേഷണ സംഘം ഈ KP ശങ്കരദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടുപേരിലേക്കും അന്വേഷണം എത്തും. അത് ഇന്നോ നാളെയോ തന്നെ ഇവരെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും എന്നുള്ളതും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം അന്വേഷണ സംഘം ഈ ഗോവർദ്ധനെയും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇരുവർക്കും ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ SIT പറഞ്ഞു വെക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശം അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ 474 ഗ്രാം സ്വർണം ഈ പങ്കജ് ഭണ്ഡാരിയുടെ കയ്യിൽ നിന്നും ഗോവർദ്ധൻ വാങ്ങിച്ചു എന്ന് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വഴി ഇത്തരത്തിലൊരു ഇടനിലക്കാരൻ വഴി ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. അത് ശബരിമല സ്വർണം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വാദിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ ആളുകളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. 2019 അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ഏകദേശം ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 2025 സമാനമായ തരത്തിൽ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അന്ന് അത് 2025 സെപ്റ്റംബർ മാസത്തിലാണ് അത്തരത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. എന്തായാലും നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വലിയ തരത്തിലെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഗോവർദ്ധൻ പറയുന്നത്. ഗോവർദ്ധൻ മറ്റൊരു കാര്യം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ശബരിമല സന്നിധാനത്ത് പൂജകൾക്ക് മറ്റുമായി 20 ലക്ഷത്തിലധികം രൂപ നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. താൻ സ്വർണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തരത്തിൽ പൂജയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി 20 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നും ഗോവർദ്ധൻ പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ മൊഴികളിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ആവശ്യമാണ് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇനി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും ചോദ്യം ചെയ്തപ്പോഴേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരിൽ ചിലരുടെ പങ്കിനെ കൂടി വെളിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും വിളിച്ചതായി ടെലിഫോണിൽ ബന്ധപ്പെട്ടതായും ഒക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്വേഷണ വ്യാപ്തി വളരെ വലുതായി മുന്നോട്ട് പോകും. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അതേസമയം EDയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ EDയുടെ പ്രത്യേക റിപ്പോർട്ട് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തും. അതിനുശേഷം ചോദ്യം ചെയ്യൽ തുടങ്ങും. ആദ്യഘട്ടത്തിൽ പത്മകുമാർ, N വാസു എന്നിവരെയും മുരാരി ബാബു ഉൾപ്പെടെ ഉള്ള 4 ദേവസ്വം ഉദ്യോഗസ്ഥരെയും 2 മുൻ പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ED തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റിലുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ നടക്കും. ഇവരെ ഒരു പക്ഷേ EDക്ക് തന്നെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങാനും ഒപ്പം തന്നെ ഇവർക്ക് അറസ്റ്റ് രേഖപ്പെടുത്താനുമൊക്കെ അധികാര പരിധിയുണ്ട്. സിവിൽ കോടതിയുടെ അധികാരം ED ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങാനും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വേണമെങ്കിൽ റിമാൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ ജയിലിൽ കഴിയേണ്ടി വരും. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കടന്നു പോകുന്നത്. എന്തായാലും പത്മകുമാറിനെയും N വാസുവിനെയും മുരാരി ബാബു ഉൾപ്പെടെയുള്ള 4 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ED വൈകാതെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ നൽകിയ ജാമ്യാപേക്ഷയിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയാണ് SIT സ്വർണം പിടിച്ചെടുത്തത്. ദേവസ്വം ബോർഡാണ് ഈ ക്രമക്കേട് നടത്തിയത്. തനിക്കതിൽ പങ്കില്ല എന്നുള്ളതൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറയുന്നത്.